എടുക്കുന്നേ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചതാ. ആപ്പിൾ എടുത്ത് കഴിച്ചാ? അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഒരു ഫുഡ് കണ്ടെയ്നർ എടുക്കാൻ വന്നോ. കഴിച്ചോ? അതൊന്നും കുഴപ്പമില്ല. കാരണം എന്റെയൊക്കെ ട്രെയിനിങ് പീരീഡിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ചില്ലറിൽ കയറിയിട്ട് ഷെഫ്മാർ കേക്ക് ഉണ്ടാക്കിയ പോലെ അതൊക്കെ ഇങ്ങനെ തോണ്ടി കഴിച്ചിട്ടുണ്ട് അവർ കാണാതെ. പക്ഷെ അവർ കണ്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ കുറച്ച് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം എന്നിട്ട് അതുപോലെ ഉപദേശിച്ചു വിട്ടിട്ടുണ്ട്. കാരണം നല്ല ശീലമല്ല അതൊക്കെ. നമ്മൾ പ്രൊഫഷണലുള്ള ആൾക്കാരല്ലേ, അപ്പം വേണമെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് എടുക്കാം. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ വന്നിട്ട് ഫുഡ് തോണ്ടി കഴിക്കുക, അല്ലെങ്കിൽ ആരും കാണാതെ അവർ എന്തെങ്കിലും അടിച്ചുപറ്റി കഴിക്കുക, അത് നമുക്ക് നല്ല ശീലമല്ലേ. എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനും ഫീൽഡിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ഫുഡുകൾ ആദ്യം കണ്ടപ്പോഴും പിന്നെ കഴിച്ചപ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. അപ്പം അതൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതൊക്കെ പതുക്കെ മാറിക്കോളും. അത് നമ്മൾ മാറ്റണം. ഓക്കെ, നീ കഴിച്ചോ, കുഴപ്പമില്ല. ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു മെസ്സേജ് പയ്യൻ അയച്ചിരുന്നു. ഷെഫ്, ഞാൻ ഇത്രയും 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഒരു ഗ്രോത്ത് ഇല്ല, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കുകയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പറയണത് മക്കളുടെ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു കയറ്റം കാണും. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഞാൻ. ഓക്കെ, അപ്പം നമ്മളൊരു വലിയ ടവർ ഉണ്ടെന്ന് ചോദിച്ചു. ടവറിന്റെ മേളിൽ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ചാടിക്കയറാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് ചാടിക്കയറാം, പക്ഷെ അതേപോലെ ചിലപ്പോൾ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ ചവിട്ടിയാണ് ടവറിന്റെ മേളിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പം എന്തായാലും കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓരോ പടി ചവിട്ടി കയറി കുറച്ച് ചിലപ്പോൾ 1 വർഷം എടുക്കാം, അല്ലെങ്കിൽ 2 വർഷം എടുക്കാം എത്തുക. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവും. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട, വെയിറ്റ് ചെയ്യുക.